നമസ്കാരം. കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനവും അവർ നേരിടുന്ന പ്രതിസന്ധികളും എന്നും ഒരു കടങ്കഥയായി കേരളത്തിൻ്റെ എന്നല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനകത്ത് ഈ കോൺഗ്രസ്സിലെ പാരവയ്പ്പാണെങ്കിലും കുതികാൽ വെട്ടാണെങ്കിലുമൊക്കെ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്ന് പറയേണ്ടി വരും. ഒരു നല്ല ഭരണാധികാരിയായിരുന്ന കെ കരുണാകരനെ തന്നെ ഒടുവിൽ രാജ്യത്തെ ഒറ്റിക്കൊടുത്ത അല്ലെങ്കിൽ ചാരവേഷം അണിയിച്ചത് മഹാനായിട്ടുള്ള ആൻ്റണിയും ഉമ്മൻചാണ്ടിയും അടങ്ങുന്ന കോൺഗ്രസ്സുകാരാണ്. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നുള്ളതാണ് പ്രമാണം. അങ്ങനെ പറയുന്ന നാട്ടിൽ ആൻ്റണിയെ ഉമ്മൻചാണ്ടി തന്നെ കെട്ടുകെട്ടിച്ചുവെങ്കിൽ അവസാനം ഉമ്മൻചാണ്ടിയെ അതേ കോൺഗ്രസ്സിലെ രമേശ് ചെന്നിത്തല എന്ന് പറയപ്പെടുന്ന വ്യക്തി ലോകം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനും ആഭാസനുമായി ചിത്രീകരിച്ചു എന്നുള്ളതാണ് പ്രത്യേകത. എന്നിട്ട് ആ ആഭാസ കേസ് ഒതുക്കാനെന്ന പേരിൽ ഉമ്മൻചാണ്ടിയുടെ തന്നെ 2 വിശ്വസ്തർ 19.5 കോടി രൂപ പിരിച്ചെടുത്തു. ചക്കക്കുരു മുഴുപ്പിൽ എന്തോ ഇരയ്ക്ക് കൊടുത്തു എന്നുള്ളതല്ലാതെ ബാക്കി കാശ് മുഴുവൻ സ്വന്തം കീശയിലാക്കിയവരാണ് അവർ. 2016 നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഉമ്മൻചാണ്ടിയെ നാറ്റിക്കാവുന്നിടത്തോളം നാറ്റിക്കുകയായിരുന്നു ഈ കോൺഗ്രസ്സുകാരെന്ന് പറയേണ്ടി വരും. 2016 തുടർഭരണം കിട്ടിയാൽ ഉമ്മൻചാണ്ടി തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ സംശയമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയുമായി വരുമെന്നറിയാവുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വളരെ പണിയെടുത്താണ് അന്ന് UDF തോൽപ്പിച്ചത് എന്ന് പറയേണ്ടി വരും. അതായത് കോൺഗ്രസ്സുകാരെ തന്നെ തോൽപ്പിക്കുകയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കൂട്ടുകാരും അത്ര മോശമായിരുന്നില്ല എന്ന് പറയേണ്ടി വരും. ഇരു കൂട്ടരും ഉത്സാഹിച്ച് പിടിച്ചു. അങ്ങനെ കോട്ടകൾ തകർന്നടിഞ്ഞു. ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയപ്പെടുന്നത് ഇടുക്കിയിലെയും പത്തനംതിട്ടയിലെയും ജില്ലകളാണ്. ഇടുക്കിയിൽ ഘടകകക്ഷിയുടെ 2 സീറ്റും ജയിച്ചു, റോഷിയും PJ ജോസഫും. ബാക്കി 3 കോൺഗ്രസ് സീറ്റുകൾ എന്ന് പറയപ്പെടുന്ന പരസ്പരം കാലുവാരി ഇല്ലാതാക്കി എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റുകാർക്കോ BJPക്കോ കേരള കോൺഗ്രസിനോ ഇതിൽ പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പത്തനംതിട്ടയിലെയും സ്ഥിതി തദൈവയായിരുന്നു. ഇങ്ങനെ പരസ്പരം ചെളിവാരി എറിയുകയും പരസ്പരം പാരവയ്ക്കുകയും ചെയ്തു തീർന്നിട്ടും അഹങ്കാരത്തിന് ലേശം പോലും കുറവില്ലാത്തൊരു സംഘത്തിൻ്റെ പേര് മാത്രമാണ് കോൺഗ്രസ് എന്ന് പറയപ്പെടുന്നത്. 2019 ലോക്സഭയിൽ 19 സീറ്റ് കിട്ടിയപ്പോൾ അഹങ്കാരം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയിരുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആൾബലമുണ്ടായിരുന്നവരെ വരെ ചവിട്ടി പുറത്താക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചു. പുര നിറഞ്ഞു നിൽക്കുന്ന കുറേ നേതാക്കന്മാർ മാത്രമുള്ളവരെയൊക്കെ ഇവന്മാർ കൂടെ കൂട്ടി. ഇന്നലെ PC ജോർജ് കണ്ടെത്തിയ ചതിയനെ ഉപയോഗിച്ചാണ് കോൺഗ്രസ് 1976 മുതൽ കേരള കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വളരുംതോറും പിളരുകയും പിളരുംതോറും പിന്നെയും വളരുകയും ചെയ്യുന്ന ഒരു അമീബയാണ് കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, ഈ പ്രസ്ഥാനത്തിൻ്റെ നേതാവായിട്ടുള്ള KM മാണിയായിരുന്നു. അങ്ങനെ അദ്ദേഹം പറഞ്ഞുവെങ്കിൽ അതിൽ കോൺഗ്രസ് നിക്ഷേപിച്ച വൈറസായിരുന്നു ഈ PJ ജോസഫ് എന്ന് പറയപ്പെടുന്നതെന്ന് PC ജോർജ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയാതെ പറയുകയുണ്ടായി. അതായത് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എന്നും ഏകകക്ഷി ഭരണം സ്വപ്നം കാണുന്നവരാണ്. നടക്കാത്ത മനോഹരമായ സ്വപ്നം കാണുന്ന ഒരു വിഭാഗമാണ് കോൺഗ്രസ്സുകാർ. അതായത് ഘടകകക്ഷികളെ പുലർത്തി നിർത്താൻ അത് സാധ്യമാകൂ എന്നാണ് ഈ പൊട്ടന്മാരുടെയൊക്കെ വിചാരം. ഇതാദ്യം കളഞ്ഞാൽ മതി, ഇതിനൊക്കെ കരകയറി വരാം. കരുണാകരൻ പലതും പയറ്റിയിട്ടുണ്ടാവാം, പക്ഷെ അതിൻ്റെ ഒഴിവ് കണ്ടുപിടിക്കാൻ ലീഡർക്ക് അറിയാമായിരുന്നു എന്നുള്ളത് കൊണ്ട് പലപ്പോഴും അദ്ദേഹം പരാജയപ്പെട്ടിരുന്നില്ല. ഇന്ന് കോൺഗ്രസ്സിൽ അങ്ങനെ കരിസ്മയുള്ള ഏതെങ്കിലും ഒരു നേതാവുണ്ടോ? സുധാകരൻ ഇന്ദിരാഗാന്ധിയെ ഭാരതയക്ഷി എന്ന് വിളിച്ച് ആക്ഷേപിച്ചയാളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. കോൺഗ്രസിൻ്റെ കൂടെ ഇല്ലെങ്കിൽ തനിക്ക് ഭാവിയില്ലെന്ന തിരിച്ചറിവിൽ ഇരുട്ടത്ത് കോൺഗ്രസിൻ്റെ അടുക്കളത്തിണ്ണയിലേക്ക് കുടിയേറിയവനാണ് ഈ സുധാകരൻ എന്ന് പറയുന്നത്. ഇപ്പോൾ അസ്ഥാനത്ത് അനാവശ്യ വീരകഥകളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇതൊക്കെ പറയാനല്ലാതെ ഇദ്ദേഹത്തിന് എന്തിനു കൊള്ളാം? ഒരു KPCC പ്രസിഡന്റ് എന്ന നിലയിൽ അടുത്ത KPCC പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടിയിട്ട് ഇപ്പോഴേ ആ പ്രസ്ഥാനത്തിനുള്ളിൽ അടി തുടങ്ങിക്കഴിഞ്ഞു. പറഞ്ഞു കേൾക്കുന്നത് ശരിയാണെങ്കിൽ ഈ ആൻ്റണി എന്ന് പറയപ്പെടുന്ന ഒരു NP ഉണ്ടല്ലോ, അയാളെ അടുത്ത KPCCയുടെ വൈസ് പ്രസിഡന്റ് ആക്കുവാനുള്ള സാധ്യത ഉണ്ടാകുന്നതാണ് പറയുന്നത്. അതായത് ഈ കത്തോലിക്കൻ തലപ്പത്തില്ല എന്നുള്ള ഒരു കേട്, ആ തട്ടുകേട് അങ്ങനെ തീർക്കാമെന്നാണ് ഈ ആൻ്റണി MP കൊണ്ട് വിശ്വസിക്കുന്നത്. അപ്പോൾ നാടൻ കുഴലുമായി വേട്ടക്കിറങ്ങിയ നമ്മുടെ സാക്ഷാൽ കുഴൽനാടൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണ്ടേ? താനൊരു കത്തോലിക്കൻ അല്ലാത്തത് കൊണ്ട് അവസരം കിട്ടില്ലെന്ന് മണത്താൽ വേണമെങ്കിൽ
കത്തോലിക്കനാണ് എന്ന് പറയുന്ന കുഴൽനാടനും വരെ തിരിച്ചടി ഉണ്ടാകാം. പിണറായി വിജയൻ്റെ മകൾ കിട്ടുന്ന മട്ടിൽ വെച്ച വെടിയുണ്ടല്ലോ, ഈ കുഴൽനാടൻ്റെ വെടി, അത് ഒന്ന് കൊണ്ടത് സ്വന്തം പാളയത്തിലെ ചെന്നിത്തലയ്ക്കിട്ടും മറ്റൊന്ന് കുഞ്ഞാലിക്കിട്ടിട്ടും മറ്റൊന്ന് ഇബ്രാഹിം കുഞ്ഞിനിട്ടുമാണ്. ഇതൊക്കെ കുഴൽനാടൻ അവസാനം വ്യക്തമാക്കേണ്ടി വരും. RCയും കേക്കയും ഏക്കയും വാങ്ങിയൊക്കെ മാസപ്പടി തന്നെയാണോ എന്ന് കുഴൽനാടൻ തന്നെ വ്യക്തമാക്കേണ്ടി വരും. അതോ ഇതൊക്കെ കൂട്ടുകച്ചവടത്തിൻ്റെ വീതം പറ്റിയതാണോ? അതുപോലെ ഇതുപോലെയുള്ള ഇരട്ട വേഷക്കാർ കോൺഗ്രസിൽ ധാരാളമുണ്ട് എന്നുള്ളതാണ്. ഇവരൊക്കെയാണ് കേരളത്തിൽ കോൺഗ്രസിനെ നശിപ്പിക്കുന്നത് എന്ന് പറയേണ്ടി വരും. മുഖ്യമന്ത്രി മോഹികളെ കൊണ്ട് നിറഞ്ഞു. അങ്ങനെ എല്ലാം പിടിച്ചു പുറത്താക്കിയിട്ട് ഒരു പുതുതലമുറയ്ക്ക് ഈ മുഖ്യമന്ത്രി മോഹികളെയൊക്കെ പിടിച്ച് പുറത്താക്കണം. പുതിയ തലമുറയ്ക്ക് അവസരം കൊടുക്കണം. ലോക്സഭാ ഇലക്ഷനിൽ ഈ ആൻ്റണി എന്ന് പറയപ്പെടുന്ന വ്യക്തി മത്സരിക്കില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം രണ്ട് കാര്യം. ഒന്ന്, അയാൾ തോക്കുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അത്ര തിരിച്ചറിവുണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്. പിന്നെ മറ്റൊന്ന്, തോറ്റാൽ ഈ നിയമസഭയിൽ പോലും അവസരം കിട്ടില്ല എന്നുള്ള തിരിച്ചറിവാണ് ഇതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒന്ന് പയറ്റാൻ, നിയമസഭയിൽ ഒന്ന് പയറ്റുവാനുള്ള ഒരു ശ്രമം നടത്താൻ പോകുന്നത്. അങ്ങനെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന പല സംഭവവികാസങ്ങളും വേണമെങ്കിൽ KPCCയിൽ ഉണ്ടാകാം. കേരള രാഷ്ട്രീയത്തിൽ കേരളത്തിലെ കോൺഗ്രസിനുള്ളിലുണ്ടാകാം. അത്തരത്തിലുള്ള സ്ഥിതിവിശേഷത്തിലേക്കാണ് യാത്ര. ഈ ആൻ്റണിയെ പോലുള്ളവരെയൊക്കെ ചുമക്കേണ്ടി വന്ന ഗതികേട് പത്തനംതിട്ടയിലെ ജനങ്ങൾക്കുണ്ടായി എന്ന് പറയപ്പെടുമ്പോൾ കഴിഞ്ഞ മൂന്ന് വട്ടമായി ഈ മഹാരഥനെ അവിടെ എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ. ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് പോലും അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് പോലും വേണ്ട എന്നുള്ളൊരു നേതാവാണ് ഈ ആൻ്റണി എന്ന് പറയപ്പെടുന്നത്. ഇവനെയൊക്കെ MP ആക്കി അയച്ചിട്ട് എന്താണ് നേട്ടമെന്ന് കരുതുന്ന പത്തനംതിട്ട നിവാസികൾ അടക്കമുള്ളവർ ഞങ്ങളോട് പറയുകയുണ്ടായിട്ടുണ്ട്, ഇത്തരത്തിലുള്ള MP-മാർ എന്തിനാണ്. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയത്തിൽ നിന്ന് പതിയെ മാറി നിൽക്കുക, ലോക്സഭാ ഇലക്ഷനിൽ നിന്ന് മാറി നിൽക്കുക, എന്നിട്ട് അദ്ദേഹത്തെ കൃത്യമായി KPCCൻ്റെ വൈസ് പ്രസിഡന്റ് പദവിയിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ ഈ ആദർശ രാഷ്ട്രീയവാനായിട്ടുള്ള ആൻ്റണിയെ പോലുള്ളവരെ വീണ്ടും ഇങ്ങനെ ഈ രാഷ്ട്രീയ മേലാളന്മാരുടെ കീഴാളന്മാരായിട്ട് നിൽക്കുന്ന ചില സംവിധാനങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളത് ചിലപ്പോൾ കോൺഗ്രസ് ചെയ്തേക്കാം. പാർലമെൻറ്റ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി ഇനി ഒരല്പകാലം രാഷ്ട്രീയം പയറ്റട്ടെ, പഠിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ അങ്ങനെയും ആകാം. എന്നാൽ KPCC പ്രസിഡന്റ് K. സുധാകരൻ എന്ന് പറയപ്പെടുന്ന വ്യക്തി വലിയ വീരവാദങ്ങളും ഗീർവാണങ്ങളും ഒക്കെ പറയുമെങ്കിലും അദ്ദേഹവും അമേരിക്കയിലേക്ക് ചികിത്സയിലേക്ക് പോയ സാഹചര്യത്തിൽ മറ്റാർക്കും ചുമതല കൈമാറിയിട്ടില്ല. പക്ഷേ പകരം ഓൺലൈനിലൂടെ ഞാൻ നിങ്ങളെ സഹായിച്ചു കൊള്ളാം, ഈ കോൺഗ്രസ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു പോകുന്ന ഈ K. സുധാകരനെ പോലുള്ളവർ വിചാരിച്ചാലൊന്നും ഈ കോൺഗ്രസ്സിന് രക്ഷപ്പെടാൻ പോകുന്നില്ല. സതീശനെ കൊണ്ടും നടക്കാതായിരിക്കുന്നു. ഇതാണ് കഴിഞ്ഞ ദിവസം സുധീരൻ പറഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന പല പ്രശ്നങ്ങളെയും അങ്ങേയറ്റം ഗൗരവത്തോടു കൂടി കാണാൻ കഴിയാത്ത വണ്ണം തമ്മിലടിക്കുന്ന ഒരു പ്രസ്ഥാനമായി കോൺഗ്രസ് മാറുന്നിടത്താണ് ഇപ്പോൾ പല നേതാക്കന്മാരും പുതിയ KPCC പ്രസിഡന്റ് ആരാകുമെന്ന് ഉറ്റുനോക്കുന്നത്. ആരായിട്ടും കാര്യമില്ല, കോൺഗ്രസിലെ തമ്മിലടി തീരാതെ ഈ രാഷ്ട്രീയ പാർട്ടി ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല. കോൺഗ്രസിൻ്റെ തമ്മിലടി തീരാതെ കോൺഗ്രസിന് ഇനിയൊരു ഉയർച്ചയും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയം മുന്നോട്ട് വെക്കേണ്ടത് പുതിയ യുവാക്കളെ കൊണ്ടുവരിക, ഈ കടൽ കിഴവന്മാരായിട്ടുള്ള രാഷ്ട്രീയക്കാരെ പടിക്ക് പുറത്താക്കുക, മുഖ്യമന്ത്രി മോഹികളായി നടക്കുന്ന രാഷ്ട്രീയക്കാരെ നേതാക്കന്മാരെ പടിയടച്ച് പിണ്ടം വയ്ക്കുക, എന്നിട്ട് പുതിയ സംസ്കാരം നവ സംവിധാനങ്ങളിലേക്ക് യുവാക്കളെ കൊണ്ടുവരിക, നവ ആശയങ്ങൾ പ്രചരിപ്പിക്കുക. അതിനോടൊപ്പം കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തെ കൂടുതൽ കരുത്തുറ്റതാക്കുന്നതിന് യുവാക്കളുടെ കയ്യിലേക്ക് രാഷ്ട്രീയ ചങ്ങല ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അതിനുള്ള കരുത്തുണ്ടെങ്കിൽ മാത്രമായിരിക്കും കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ നിലനിൽക്കുക.